വർഷങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന ഒരു വീഡിയോ സീരീസാണ് ഒരു സിനിമയിലെ രംഗം മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചപ്പോൾ എന്നത്. പല രൂപത്തിൽ ഒരു സിനിമയിലെ രംഗം മറ്റൊരു സിനിമയിൽ ഉപയോഗിക്കാം. അവയെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം തന്നെ ഫസ്റ്റ് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കാണാവുന്നതാണ്. അതിലൊന്നും പറയാതിരുന്ന ചില സിനിമാ രംഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സീരീസിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു സിനിമയിൽ മറ്റൊരു സിനിമാ രംഗം അത് സിനിമാ രംഗമായിട്ട് തന്നെ കാണിക്കുന്നതിനെ കുറിച്ചല്ല. ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്താൽ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതായത് കഥാപാത്രങ്ങൾ സിനിമ കാണുന്നതോ സിനിമയിൽ കണ്ട രംഗം ഓർക്കുന്നതോ ആയിട്ടൊന്നുമല്ല. ഒരു സിനിമയിൽ ഉപയോഗിച്ച ഷോട്ട് മറ്റൊരു സിനിമയിൽ കഥാസന്ദർഭവുമായി ബന്ധപ്പെട്ട് തന്നെ ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. ഈ ഒരു ഉപയോഗത്തെ നമുക്ക് പല കാറ്റഗറിയായി തിരിക്കാം. ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത രംഗം വർഷങ്ങൾക്ക് ശേഷം ആ രംഗത്തിലേക്ക് VFXിലൂടെ ചില മാറ്റങ്ങൾ വരുത്തിയോ പുതിയ കഥാപാത്രങ്ങളെ ചേർത്തുകൊണ്ടോ ഉപയോഗിക്കാറുണ്ട്. മലയാള സിനിമ മറ്റൊരു ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ ചില ഷോട്ടുകൾ മാത്രം മലയാളത്തിൽ നിന്ന് എടുത്തു ഉപയോഗിക്കാറുണ്ട്. ഒരു ലാംഗ്വേജിൽ ഹിറ്റായ സിനിമ മറ്റൊരു ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യാറുണ്ട്. ആ ഡബ് ചെയ്യുന്ന സമയത്ത് ചില രംഗങ്ങൾ മാത്രം റീഷൂട്ട് ചെയ്യാറുണ്ട്. പുതിയ കഥാപാത്രങ്ങളെ ചേർക്കാനോ പുതിയ സന്ദർഭങ്ങൾ ചേർക്കാനോ വേണ്ടിയല്ല. അത്തരത്തിൽ പാർഷ്യലി റീഷൂട്ട് ചെയ്ത സിനിമകളുമുണ്ട്. ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള കോസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ചില വെബ്സൈറ്റുകളിൽ നിന്നും പണം കൊടുത്ത് രംഗങ്ങൾ വാങ്ങാറുണ്ട്. സ്റ്റോക്ക് ഫുട്ടേജ് എന്നാണ് അതിനെ വിളിക്കാറ്. ഒരേ സൈറ്റിൽ നിന്നും ഒരേ രംഗങ്ങൾ വാങ്ങി ഉപയോഗിച്ച വ്യത്യസ്ത സിനിമകളുമുണ്ട്. നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ കാണുന്നതാണ് നല്ലത്. പഴയ ഏതെങ്കിലും സിനിമയിൽ നിന്നും ഒരു രംഗം അതുപോലെ തന്നെ എടുത്ത് പുതിയ സന്ദർഭമാക്കി ഉപയോഗിച്ച സിനിമകളുമുണ്ട്. ഞാനും നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്. വളരെയേറെ അന്തസ്സോടുകൂടി ജീവിച്ചവളുമാണ്. ഈ കാറ്റഗറിയിലെ എല്ലാ സിനിമാ രംഗങ്ങളെക്കുറിച്ചും നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. അതിൽപ്പെടാത്ത പുതിയ രംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദൃശ്യം മലയാളത്തിൻ്റെ അഭിമാന ചിത്രം. ഈ ചിത്രം ജിത്തു ജോസഫ് സംവിധാനം ചെയ്തത് 2013 തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, സിംഗള, ചൈനീസ് റീമേക്കുകളെല്ലാം തന്നെ ഈ ചിത്രത്തിന് വന്നു. തെലുങ്ക്, കന്നഡ, ഹിന്ദി, സിംഗള ഭാഷകളിൽ രണ്ടാം ഭാഗത്തിൻ്റെയും റീമേക്ക് വന്നു. ആ സിനിമകളിൽ 2 സിനിമകൾ സംവിധാനം ചെയ്തത് ജിത്തു ജോസഫ് തന്നെയാണ്. ഒന്ന് തമിഴിലെ പാപനാശവും മറ്റൊന്ന് തെലുങ്കിലെ ദൃശ്യം 2. 2015 കമൽഹാസനെ നായകനാക്കിക്കൊണ്ട് പാപനാശം റിലീസാക്കുന്നത്. ആ സിനിമയിൽ ജിത്തു ജോസഫ് ദൃശ്യത്തിലെ പല രംഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു കാർ ഡംപിംഗ് സീനാണ്. കമൽഹാസൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ജോർജ് കുട്ടിയുടെ രംഗം ഇത്തരത്തിലാണ്. കമൽഹാസൻ സിനിമയിൽ കാർ ഉപേക്ഷിക്കുന്ന രംഗം വീണ്ടും ഷൂട്ട് ചെയ്തതാണ്. എന്നാൽ അതിനിടയിൽ ചില കാര്യങ്ങൾ മാത്രം ദൃശ്യത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാർ മുങ്ങൽ. അഭിനേതാക്കളുടെ മുഖം വരാത്ത തരത്തിലുള്ള പല ഷോട്ടുകളും 2 സിനിമയിലും ഒരുപോലെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. കാർ ഉപേക്ഷിക്കുമ്പോൾ ഒരു വഴിപോക്കൻ അതുവഴി വരുന്നുണ്ട്. പാപനാശത്തിലും ദൃശ്യത്തിലും അതൊരാൾ തന്നെയാണ്. ദൃശ്യം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത രംഗങ്ങളെല്ലാം തന്നെ കോപ്പി ചെയ്തുകൊണ്ട് പാപനാശത്തിൽ പേസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. മോഹൻലാലിന്റെ റിയാക്ഷന് പകരം കമൽഹാസന്റെ റിയാക്ഷൻ ചേർക്കുകയും ചെയ്തു. ജോർജ് കുട്ടിയും കുടുംബവും ബസ്സിൽ പോകുന്ന ഒരു രംഗമുണ്ട്. അതും 2 സിനിമയിലും ഒരേ രംഗം തന്നെയാണ് കാണിക്കുന്നത്. ബസ്സിന്റെ അകത്തുനിന്നുള്ള ഷോട്ടുകൾ റീഷൂട്ട് ചെയ്തെങ്കിലും ബസ്സിനെ പുറത്ത് കാണിക്കുന്ന എല്ലാ ഷോട്ടുകളും ദൃശ്യത്തിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. 2021 ദൃശ്യം 2 റിലീസാകുന്നത്. ദൃശ്യം 2 പല ഫ്ലാഷ് ബാക്ക് രംഗങ്ങളായിക്കൊണ്ടും ദൃശ്യം 1 രംഗം കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങളെല്ലാം തന്നെ വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ട് പുതിയ രംഗങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യ ഭാഗത്തിന്റെ അവസാനം ഗീതാ പ്രഭാകർ രാജിവെച്ച വാർത്ത പത്രത്തിൽ വായിക്കുന്ന ഒരു രംഗമുണ്ട്. ഗീതാ പ്രഭാകർ രാജിവെച്ചു. 2ാം ഭാഗത്തിൽ പത്രം വായന ഇല്ലാത്ത ജോർജ് കുട്ടി പത്രം വായന തുടങ്ങിയെന്നും ഒരു ബോഡി കണ്ടെത്താൻ വേണ്ടി വാർത്തകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും കാണിക്കുന്നത്
ആദ്യ ഭാഗത്തിൽ ഗീതാ പ്രഭാകരന്റെ വാർത്ത വായിക്കുന്ന രംഗം കാണിച്ചുകൊണ്ടാണ്. അന്നു മുതൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ കാലയളവിൽ തലയ്ക്ക് പരിക്ക് പറ്റി മരണപ്പെട്ട അതിനിടയിൽ പുതുതായി ഷൂട്ട് ചെയ്ത വേറൊരു പത്രത്തിന്റെ ക്ലോസപ്പും കാണിക്കുന്നുണ്ട്. ശേഷം ദൃശ്യത്തിലെ മറ്റൊരു ഷോട്ട് കൂടി കാണിക്കുന്നുണ്ട്. മോഹൻലാലിനെ പഴയ ലുക്കിൽ ഷൂട്ട് ചെയ്യാനും കഴിയില്ല, അപ്രസക്തമായ ചെറിയൊരു ഭാഗമാണതും. അതുകൊണ്ടാണ് പഴയ സിനിമയിലെ രംഗം എടുത്ത് ഉപയോഗിച്ചത്. 2016 അനീഷ് ഉപാസന സംവിധാനം ചെയ്ത് സോബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പോപ്കോൺ. ആ സിനിമയുടെ ആദ്യത്തിൽ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഒരു സ്പൂഫ് കാണിക്കുന്നുണ്ട്. അതിനിടയിൽ മണിച്ചിത്രത്താഴ് സിനിമയിലെ ചില രംഗങ്ങളും കാണിക്കുന്നുണ്ട്. മണിച്ചിത്രത്താഴ് സിനിമയിലെ തിലകന്റെയും ശോഭനയുടെയും മുഖം ഈ സിനിമയിലേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഉത്സാഹ കമ്മിറ്റി സിനിമയിൽ ഷീലയുടെ ഫ്ലാഷ് ബാക്കായി പ്രേം നസീറും ഷീലയും അഭിനയിച്ച പഴയ ഏതോ സിനിമയിൽ രംഗം കാണിച്ചതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അച്ചായൻ എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന ദിവസം മുതൽ എനിക്ക് തോന്നി ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ഞാനാണെന്ന്. പക്ഷേ അതിൽ കാണിച്ച ഈയൊരു രംഗം 1968 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത പാടുന്ന പുഴ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിൽ നിന്നും എടുത്താണ് ഉപയോഗിച്ചത്. വിനീത് എന്നൊരു സബ്സ്ക്രൈബർ ആയിരുന്നു ആ കാര്യം കമന്റ് ചെയ്തത്. 2006 മലയാള ചിത്രം ലയൺ 2007 തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. എവിടത്തെ നെക്കണ്ടി എന്ന ആ സിനിമയിൽ രാജശേഖർ, കലാഭവൻ മണി, സംവൃത സുനിൽ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. ആ ഒരു റീമേക്ക് പടത്തിൽ മലയാളം ലയനിലെ ഒരുപാട് രംഗങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. എന്നാൽ ആ സിനിമയുടെ ക്ലൈമാക്സ് മലയാളം ക്ലൈമാക്സ് പോലെയല്ല. പകരം 2004 വിജയുടെ മധുര എന്ന സിനിമയുടെ ക്ലൈമാക്സ് അതുപോലെ തന്നെ റീമേക്ക് ചെയ്യുകയാണ് ചെയ്തത്. വിജയുടെ മധുര സിനിമയിൽ അവസാനം ഒരു ബ്ലാസ്റ്റാണ്. എന്നാൽ ഈ ഒരു തെലുങ്ക് സിനിമയിൽ ആ തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് രംഗം അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആ രംഗം തന്നെ ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തന്നോട് കുഴந்தைக்கு വാങ്ങുற പാൽ പൗഡറിൽ ഇருந்து വിജയ്ക്ക് പകരം രാജശേഖരനെ VFXിലൂടെ അവിടെ ചേർക്കുന്നുണ്ടെങ്കിലും ഒരു രംഗത്ത് മാത്രം വിജയെ തന്നെ കാണാവുന്നതുമാണ്. ഈ തേരാഗർ മേരാഗർ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഒരു അൺക്രെഡിറ്റഡ് കാമിയോ പോലെ തന്നെ വിജയുടെ അൺക്രെഡിറ്റഡ് കാമിയോ ആണ് ഈ സിനിമയിൽ കാണാവുന്നത്. ഒരു സിനിമയിലെ രംഗം മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ചതും ഒരു സിനിമയിലെ ഒരു രംഗം ആ സിനിമയിൽ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചതിനെ കുറിച്ചുമൊക്കെ ഇനിയുമുണ്ട്. അത്തരത്തിലുള്ള രംഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം.